എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിൽ ഛർദിയും വയറിളക്കവുമായി 350 പേർ ചികിത്സയിൽ. 5 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികൾക്കും രോഗബാധയുണ്ട്. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് സംശയം. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, നിരവധി പേർക്ക് 300-ലധികം പേർക്ക് ഇത്തരത്തിൽ ഛർദിയും വയറിളക്കവും എന്ന് പറയുമ്പോൾ അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്. ഈ കുടിവെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഈ രോഗം പടർന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഫ്ളാറ്റിലെ പലർക്കും ഇത്തരത്തിൽ ഛർദിലും വയറിളക്കവും ഒക്കെ അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ ഇത് ആ സമയത്ത് അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നില്ല. പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചതോ മറ്റുമാകാമെന്ന് കരുതി പലരും ചികിത്സ തേടുകയായിരുന്നു. പിന്നീട് ഇന്നലെയോടെയാണ് ഏകദേശം 350ഓളം പേർക്ക് ഇത്തരത്തിൽ സമാനമായ രോഗലക്ഷണങ്ങൾ കാണുന്നതും പലരും ആശുപത്രിയിൽ ചികിത്സ തേടുന്നതും. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ വെള്ളത്തിൽ നിന്നുള്ള ബാധയാണോ ഇത്തരത്തിലൊരു രോഗം പിടിപെടാൻ കാരണമെന്നൊരു നിഗമനത്തിലെത്തിയത്. ഏകദേശം 350ലധികം പേരെയാണ് ഛർദിലും വയറിളക്കവുമായി എറണാകുളത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 5 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികൾക്കും വിഷബാധ ഏറ്റു എന്നുകൂടി നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. കുട്ടികളും വിവിധ ഇടങ്ങളിൽ ആശുപത്രികളാണ്. കുട്ടികൾക്കും ഇത്തരത്തിൽ രോഗബാധ സ്ഥിരീകരിച്ചതാണ് ചെറിയ രീതിയിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നത്. ഈ DLF ടവറിൽ 15 ടവറുകളിലായി ഏകദേശം 1268 ഫ്ളാറ്റുകളാണുള്ളത്. ഇതിൽ 5000-ന് മുകളിൽ ആളുകൾ താമസിക്കുന്നുമുണ്ട്. ഇതിലാണ് 350 പേർക്ക് ഈ രോഗം പിടിപെട്ടത്. ഈ ഫ്ളാറ്റിൽ പ്രധാനമായും വെള്ളം എത്തിക്കുന്നത് 3 സോഴ്സുകൾ വഴിയാണ്. ഒന്ന്, ഫ്ളാറ്റിന്റെ തന്നെ ഒരു കിണറുണ്ട്. മറ്റൊന്ന്, ഒരു മഴവെള്ള സംഭരണിയുണ്ട്. മറ്റൊരു വെള്ളം സംഭരിക്കുന്നത് പുറത്തുനിന്ന് കുടിവെള്ള ടാങ്കുകളിൽ നിന്നുമൊക്കെ വെള്ളം എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഏതിൽ നിന്നാണ് ഇത്തരത്തിലൊരു രോഗബാധ കണ്ടെത്തിയത്, അല്ലെങ്കിൽ രോഗബാധ പിടിപെട്ടതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ തന്നെ ആരോഗ്യ വകുപ്പ് സ്ഥലത്തെത്തി 3 സോഴ്സുകളിൽ നിന്നുള്ള വെള്ളം ശേഖരിച്ചിട്ടുണ്ട്. ഇത് കാക്കനാടുള്ളയും എറണാകുളത്തുമുള്ള ഈ ടെസ്റ്റ് ലാബുകളിൽ അയച്ച് പരിശോധന നടത്തുകയാണ്. ഉടൻ തന്നെ ഇതിന്റെ റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ MLA ഉമാ തോമസും സ്ഥലം കൗൺസിലർ അടക്കം ഇവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഫ്ളാറ്റിലേക്കുള്ള നിലവിലെ സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തൽക്കാലം അവിടുത്തെ വെള്ളം ഉപയോഗിക്കേണ്ട, പുറത്തുനിന്നുള്ള ടാങ്കുകൾ കൃത്യമായി ക്ലോറിൻ ചെയ്ത വെള്ളം ഉപയോഗിച്ചാൽ മതി എന്നുള്ളൊരു നിർദ്ദേശം താമസിക്കുന്നവർക്ക് നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും കടുത്ത ആശങ്കയിലാണ്. ഇനിയും ഇത്തരത്തിൽ രോഗം പിടിപെടാനുള്ള ഒരു സാധ്യത കൂടുമോ, അതോ കൂടുതൽ പേർക്ക് രോഗം പിടിപെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും താമസിക്കുന്നവർക്കുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഇനി ഏത് വെള്ളത്തിൽ നിന്നാണ് ഈ രോഗം പിടിപെട്ടതെന്നാണ് അറിയേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളിലായി കൊച്ചി നഗരത്തിലുള്ള മഴ, പിന്നീടുണ്ടാകുന്ന വെള്ളക്കെട്ട്, ഈ കാനകളൊന്നും പൂർണ്ണമായി വൃത്തിയാക്കാത്ത. ശരി നവമി, ഞാൻ നവമിയിലേക്ക് വരാം. ഇപ്പോൾ തൃക്കാക്കര ചെയർപേഴ്സൺ ശ്രീമതി രാധാമണി പിള്ള നമുക്കൊപ്പം ചേരുന്നുണ്ട്. മാഡം, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എന്താണ് താങ്കൾക്ക് ലഭിക്കുന്ന വിവരം? ഇത് ഈ ഫ്ളാറ്റിൽ നിന്നുള്ള വെള്ളം കുടിച്ചത് തന്നെയാണോ പ്രശ്നമായത്? വെള്ളത്തിന്റെ തന്നെ പ്രശ്നമാണ്. വെള്ളം നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്യാൻ ഇന്നലെ എടുത്തിട്ടുണ്ട്. നമ്മള് ഹെൽത്തുകാര്, DMO എല്ലാവരും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെൽത്തിന്റെ 2 ഡോക്ടേഴ്സ് എല്ലാവരും ചെന്ന് ഇന്നലെ നമ്മൾ ടാങ്കുകളൊക്കെ പരിശോധിച്ചു. ടെസ്റ്റ് ചെയ്യാൻ എടുത്തോണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ ലാബിൽ കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് കിട്ടാൻ ഇച്ചിരി വൈകും. പിന്നെ ഇവര് ഈ ടാങ്കിലെ വെള്ളം കൂടാതെ ജാറില് ഒരു 10-12 പേരെങ്കിലും ലോറിച്ചോടെ വെള്ളം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ജാറിൽ വെള്ളം പല സ്ഥലത്തുനിന്നും വെള്ളം വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുന്നുണ്ട്. ടൊമാറ്റോ ഒരു 10-700 എണ്ണമെങ്കിലും ദിവസം അവിടെ വരണുണ്ടെന്നാണ് അതിന്റെ പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത്. പക്ഷെ അങ്ങനെയെങ്കിലും സൊമാറ്റോയിൽ ഫുഡ് കഴിച്ചതാണെങ്കിൽ പോലും ഇത്രയും പേർക്ക് ഒരുപോലെ വരില്ലല്ലോ. ഒരേ കടയിൽ നിന്നായിരിക്കില്ലല്ലോ ആഹാരം ഓർഡർ ചെയ്തതും കഴിച്ചതും ഒക്കെ. ഫുഡ് പോയിസന്റെ ആണോ വെള്ളത്തിന്റെ ആണോ എന്നറിയില്ല. വെള്ളത്തിന്റെ ആവാനാണ് സാധ്യത കൂടുതൽ. മാഡത്തിന് ഈ കണക്ക് കൃത്യമാണോ? ഇത് എത്ര പേർക്കാണ് ഇപ്പോൾ ഈ ഭക്ഷ്യവിഷബാധ ഏറ്റത്? 350 പേർക്കാണോ? അത്രയും പേർക്കുണ്ട്. അത്രയും പേർക്കുണ്ട്. പലരും തൽക്കാലത്തേക്ക് പോയി മരുന്ന് വാങ്ങിച്ചു പോയവരുടെ എല്ലാം കണക്കുണ്ടല്ലോ. അതാണ്. അഡ്മിറ്റ് ആയി സീരിയസ് ആയ ആരുമില്ല. ഓ ശരി ശരി. പിന്നീട് അതായത് സെപ്പറേറ്റ് ആയി പോയി മരുന്ന് മേടിച്ച് വീട്ടിൽ വന്ന ശേഷമാണ് അറിയുന്നത് പലർക്കും ഉണ്ട് ഫ്ളാറ്റിലെ ഈ അസുഖം എന്നുള്ളത്. ശരി ശരി. ഞങ്ങളവിടെ പോയി ചോദിച്ചപ്പോ ഒരാള് നമ്മുടെ
ആര്യാസ് ആലുവയിൽ ഭക്ഷണം കഴിച്ചതാണ്. അദ്ദേഹത്തിന് അങ്ങാരുടെ 2 കുട്ടികൾക്കും വന്നിട്ടുണ്ട്. അത് അവിടുത്തെ ഫുഡാണെന്ന് പുള്ളി പറഞ്ഞു. ആണോ? ഭക്ഷണം കഴിച്ച ശേഷമാണ് അവർക്ക് പ്രശ്നം ഉണ്ടായത്? അവർക്കതെ അവിടുന്ന് ചട്നി കഴിച്ചപ്പോഴാണെന്ന് പറയുന്നത്. ആ, അവർക്ക് 3 പേർക്ക് അങ്ങനെയാണ്. പിന്നെ നമുക്ക് കറക്റ്റ് അറിയില്ല, എല്ലാരും ഈ വെള്ളത്തിന്റെയാണ് പറയണത്. ആ, ഈ ടാങ്കില് ഫ്ലാറ്റിലെ മുകളിലത്തെ ടാങ്കിൽ പരിശോധനയൊക്കെ നടത്തിയപ്പോൾ അത് ക്ലീൻ ആയിരുന്നോ? ക്ലീൻ ആണ്. ക്ലീൻ ആണ്, അവിടെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ഞങ്ങളെ എല്ലാ ടാങ്കിന്റെ മുകളിലും എല്ലാം കയറി. ഇന്നലെ രാത്രി 11 മണിക്ക് അവിടുന്ന് പോയത്. ഓഹോ, ഇത് എപ്പോഴത്തേക്കിന് ഈ പരിശോധനാ ഫലം വരുമായിരിക്കും ജലസാമ്പിളിന്റെ? ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവരുടെ ആരുടെയും അസുഖം അങ്ങേയറ്റമൊന്നും അല്ലല്ലോ അല്ലെ? കുഴപ്പമില്ലാത്ത അവസ്ഥയില്ല? എല്ലാരും വീടുകളിലുണ്ട്. തിരിച്ചു വന്നു. ആശുപത്രിയിൽ ആരുമില്ല? ആശുപത്രിയിൽ ഇവിടെ ഒന്നും ആരുമില്ല. ആരുമില്ല. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്ന് കേട്ടല്ലോ മാഡം? ആ, ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഛർദി വയറിളക്കം വന്നിങ്ങനെ. അത് എന്റെ വിഷയം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ടാങ്ക് എത്ര ക്ലീൻ ആണേലും ഇവര് താഴേന്നാണ് ഈ മഴവെള്ള സംഭരണിയിലോട്ട് ഈ വെള്ളം കൊണ്ടുപോണത്. അപ്പൊ മഴ പെയ്തപ്പോ അവിടെയൊക്കെ വെള്ളം കയറിയായിരുന്നു. താഴെ തട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ വല്ല വേസ്റ്റും അഴുക്കും ആ വെള്ളം ഇതിലേക്ക് കലർന്നിട്ടുണ്ടോ എന്നല്ലേ? ഉണ്ടാവും ഞാൻ ഉദ്ദേശിക്കുന്ന കേട്ടോ, നമുക്കറിയില്ല. അല്ലെങ്കിൽ ഇവരുടെ ടാങ്കൊക്കെ ക്ലീൻ ആണെങ്കിൽ എവിടെ നിന്ന് വന്നത് നമുക്കറിയില്ലല്ലോ. ഈ ഫ്ലാറ്റിന്റെ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നോ? എന്താണ് അവർ പറയുന്നത്? അവിടുത്തെ താമസിക്കുന്ന ആളുകള് അവരെന്താ പറയുന്നത്? അവരുടെ റെസിഡൻസിന്റെ ആളുകളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. പ്രസിഡന്റും സെക്രട്ടറി അവരെല്ലാരും ഉണ്ടായിരുന്നു. ഒരു 10-15 പേര് അവരുണ്ടായിരുന്നു. അവരും പറയണ ഇതാ, അവരോട് ആരും ഇതങ്ങനെ പറഞ്ഞില്ല. ഓരോരുത്തർക്ക് ഇങ്ങനെ കിട്ടിയപ്പോ അവര് പരസ്പരം ആരും പറഞ്ഞില്ല. ഒരാളാണ് ഇത് മന്ത്രിക്ക് മെസ്സേജ് വിടുക ചെയ്തത്. അല്ലെങ്കിൽ താഴെത്തട്ടില് നമ്മളെ ഒന്നും അറിയിച്ചിട്ടൊന്നുമില്ല. ഓ, ശരി ശരി. ഇന്നലെ തന്നെ പരാതി കൊടുത്തു? അപ്പോ ഇന്നലെ പരാതി മിനിഞ്ഞാന്ന് കൊടുത്തു കഴിഞ്ഞപ്പോ ഡിഎംഒനെ വിളിച്ച് സംസാരിച്ചു. അപ്പോഴാണ് ഇന്നലെ എല്ലാവരും കൂടെ ഓടി. മുടക്കായിട്ട് ഇന്നലെ ലീവല്ലേ? അതെ അതെ അതെ, എല്ലാവരും എത്തി. എന്നിട്ട് അപ്പൊ ശനിയാഴ്ചയാണ് സംഭവം. വെള്ളി ശനിയൊക്കെ ആയിട്ട് സംഭവം ഉണ്ട്. ഓ, ശരി ശരി. 2 ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ ഫ്ലാറ്റിലെ ആളുകളായിട്ട് ചികിത്സ തേടുകയായിരുന്നു. പരസ്പരം അറിഞ്ഞിരുന്നില്ല. പക്ഷെ പരസ്പരം ആരും അങ്ങോട്ടും പറഞ്ഞിട്ടുമില്ല. ഇത് എനിക്ക് മാത്രമാണ് അവര് വിചാരിച്ചു. അതാ പറ്റേ. ഈ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കുടിവെള്ളം വാങ്ങുന്ന കാര്യം പറഞ്ഞല്ലോ, അതും എല്ലാവരും ഒരിടത്ത് തന്നെയാണോ വാങ്ങുന്നത്? ഒരു ഏജൻസിന്നാണോ? അല്ല, പല ഏജൻസിയാ. അപ്പൊ അതും സംശയിക്കുന്നുണ്ടോ? അത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടോ? ഇല്ല, അത് ഓരോ പ്രൈവറ്റ് വ്യക്തികൾ ജാറിൽ കൊണ്ടുവരണ ഇവര് വിലക്ക് മേടിക്കല്ലേ. ഇവര് അത് ഇത് ഫിൽറ്റർ ചെയ്തൊന്നും എടുക്കണ വെള്ളമൊന്നും അല്ലല്ലോ. അതെ, എല്ലാ സ്ഥലത്തുനിന്നും കൊണ്ടുവരണത്. പിന്നെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞേക്കുന്നുണ്ട്, എല്ലാരും ORS കലക്കി കഴിക്കുക, പിന്നെ എല്ലാവരും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. അതൊക്കെ നമുക്കിപ്പോ പറയാൻ കാരണം കണ്ടെത്തണമല്ലോ അല്ലേ? അതെ, അത് കണ്ടെത്തുന്നവരെ എല്ലാരോടും ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ MLA ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിപ്പോ 10 മണിക്ക് പോവാ. പക്ഷെ മാഡം, ഈ ജലസാമ്പിൾ മാത്രം പരിശോധിച്ചുകൊണ്ട് കാരണം കണ്ടെത്താൻ പറ്റുമോ? ഈ ടാങ്കിലെ വെള്ളം മാത്രം പരിശോധിച്ചുകൊണ്ട് പറ്റുമോ? അതുകൊണ്ട് പറ്റുമെന്ന് എനിക്കും തോന്നണില്ല. വിശദമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണം. അപ്പൊ എന്ത് നടപടിയാണ് നഗരസഭ ഇതിൽ കാര്യത്തിൽ എടുക്കുന്നത്? നഗരസഭ ഇത് കഴിഞ്ഞാൽ പിന്നെ ആ ജാറിൽ വെള്ളം കൊണ്ടുവരണവരുടെയൊക്കെ വെള്ളത്തിന്റെ സാമ്പിൾ എടുക്കേണ്ട വരും. ഇത് കഴിയാൻ നിക്കണോ? ഇല്ല, കഴിയില്ല. ഇന്ന് ലീവ് ആയതുകൊണ്ടേ അത് ഉദ്യോഗസ്ഥരൊക്കെ ഓരോ അകലെന്നൊക്കെ വന്നവരൊക്കെ പോകൂലേ. ഇന്നലെ ആളുകൾ കുറവായിരുന്നു. പക്ഷെ ഡോക്ടേഴ്സ് ഒക്കെ വന്നു. ആണോ? അപ്പൊ ഈ ടാങ്കിലെ വെള്ളം ഇപ്പൊ ഉപയോഗിക്കുന്നില്ലല്ലോ അല്ലെ? മുകളിലത്തെ ടാങ്കിലെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു തൽക്കാലം. അങ്ങനെയെങ്കിൽ അവരെങ്ങനെയായിരിക്കും ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ? അവിടെ ഫ്ലാറ്റിൽ താമസിക്കുന്നവരെ മാറ്റേണ്ടി വരുമോ? ഇല്ല, വെള്ളം വേറെ എത്തിക്കും. അല്ലെങ്കിൽ അവര് കുടിച്ചാൽ മതിയില്ല. എന്തുള്ള ആ വെള്ളം തന്നെ ജാറിലെ വെള്ളം അങ്ങനെ തന്നെ കുടിക്കുമല്ലോ എല്ലാവരും. അപ്പൊ എന്തായാലും നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ആരോഗ്യ പ്രശ്നങ്ങൾ ആർക്കും ഇപ്പൊ വലുതായിട്ടില്ല. ശരി. വേറെ സ്ഥലങ്ങളിൽ നിന്നൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലെ ഇങ്ങനെ? ശരി, താങ്കളുടെ ശബ്ദത്തിൽ ഇവരെന്ന് പറഞ്ഞാൽ പുറം ലോകമായിട്ടൊരു ബന്ധമില്ലാത്ത പോലെ അതൊരു ചെറിയ ലോകമാണ്. അവിടെ നമുക്ക് ഓടിച്ചൊന്ന് കയറാനൊന്നും പറ്റൂല. വർക്കറായാലും സെക്യൂരിറ്റി എല്ലാം. അല്ല, ഇങ്ങനൊരു പ്രശ്നം വരുമ്പോ കേറിയല്ലേ പറ്റൂ? അല്ല, ഇങ്ങനെ വരുമ്പോ എല്ലാവർക്കും കയറാം. അങ്ങനെയൊക്കെ പോണം. എന്നാലും എല്ലാരും ഒന്നും കയറ്റി വിടുവൊന്നുമില്ല.
അങ്ങനെ ആരെയും കയറ്റിവിടില്ലെങ്കിൽ അവര് ചെയ്ത കാര്യം അവര് തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ? ആ, അല്ലെങ്കിൽ ഇപ്പൊ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുക്കേണ്ടതല്ലേ? ശരി മാഡം, എന്തായാലും ഞങ്ങൾ വരും മണിക്കൂറുകളിൽ താങ്കളുമായി ബന്ധപ്പെടാം. അതിന്റെ പരിശോധനാ ഫലം വരുമ്പോൾ നമുക്കത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചത്. തൃക്കാക്കര ചെയർപേഴ്സൺ രാധാമണി പിള്ളയാണ് നമ്മളോട് സംസാരിച്ചത്.